ഇവിടെ സർവേ അല്ലല്ലോ നടത്തിയത്, സർവേ മാത്രമല്ലല്ലോ, ഒരു സർവേയിലൂടെ മാത്രം കണ്ടെത്തിയതല്ല, സർവേയേക്കാൾ കുറ്റമറ്റ പ്രോസസ്സിലൂടെയാണല്ലോ ഈ അതിദരിദ്രരെ കണ്ടെത്തിയത്. അതെ, അല്ല, ആദ്യത്തെ ചോദ്യം ആര് കണ്ടെത്തി എന്നുള്ളതായിരുന്നു, സുതാര്യമല്ല എന്നായിരുന്നു. അതിന് പഴുതടച്ച മറുപടി വന്നപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇവാലുവേഷൻ വേണ്ടേ. ഇവാലുവേഷൻ നടത്താമെന്നേ, നടത്തേണ്ടവർക്ക് നടത്താം. സാധാരണ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി, വലിയ രീതിയിലൊരു പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്രരില്ല 64,006 കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട രീതിയിൽ സർക്കാർ വേണ്ട രീതിയിൽ പറഞ്ഞ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ഒരു മാനദണ്ഡമൊക്കെ അനുസരിച്ചൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി എങ്കിലും ഏതെങ്കിലും രീതിയിൽ അവർ സർട്ടിഫൈ അല്ല, ഞാൻ പറഞ്ഞത് ആർക്കാണ്, ഞങ്ങൾ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലല്ലോ ഇത് ചെയ്തത്. ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമല്ലേ, ആ വാഗ്ദാനം പാലിക്കുകയാണ്. എങ്ങനെയാണ് ഇത് നടപ്പാക്കിയത് എന്ന് വിശദമായ റിപ്പോർട്ടൊന്ന് വരും. ആ റിപ്പോർട്ട് വരെ ഇവരൊന്ന് ക്ഷമിക്കട്ടെ, ആ റിപ്പോർട്ട് ഇവരൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഇപ്പോൾ അങ്ങ് പറയുന്നത് 64,006 പേരെന്ന് പറയുന്നത് ഒരു രേഖകളൊന്നുമില്ലാതിരുന്ന കുടുംബങ്ങളാണ്. 64,006 അതിൽ 21,000 പേർക്ക് രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. രേഖകളില്ലാത്തവർ മാത്രമല്ല കേട്ടോ, രേഖകളില്ലാത്തവർ ആണ് നല്ലൊരു പങ്ക്. വീടില്ലാത്തവരുണ്ട്, വീട് വെക്കാൻ ഭൂമിയില്ലാത്തവരുണ്ട്. ഞാൻ അതിൻ്റെ കണക്ക് വിശദമായിട്ട് പറഞ്ഞതാണല്ലോ, അസംബ്ലിയിലും പറഞ്ഞതാണ്, പുറത്ത് പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ 4 മാനദണ്ഡങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങളിൽ ഒന്നും തന്നെ പെടാത്തവർ ആരും ഇനി സംസ്ഥാനത്തുണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാം. നോക്കൂ, ദാരിദ്ര്യം, അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതിദാരിദ്ര്യത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും പലരും വീണു പോകാം. കരകയറിയവർ തിരിച്ചു വീണ്ടും വീണു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒന്നല്ല.